അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലിൽ 553 തടവുകാരെ മോചിപ്പിക്കുമെന്ന ക്യൂബൻ സർക്കാരിന്റെ പ്രഖ്യാപനം. 2025 ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ ക്യൂബൻ സർക്കാർ എടുത്ത തീരുമാനത്തിൽ വത്തിക്കാൻ സന്തോഷം പ്രകടിപ്പിച്ചു. 2025 ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ 553 പേർക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡയാസ് കാനൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് കത്ത് അയച്ചത്. 2024 ഡിസംബർ 24 വത്തിക്കാനിൽ ആരംഭിച്ച പ്രത്യാശയുടെ 2025 ജൂബിലി വർഷത്തിൽ തടവുകാരെ മോചിപ്പിക്കാനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തെ പരാമർശിക്കുന്നതാണ് ക്യൂബയുടെ പ്രസ്താവന. ലോകമെമ്പാടും ക്രൈസ്തവ വിരുദ്ധ പീഡനം വർദ്ധിച്ചു വരികയാണെന്ന് വെളിപ്പെടുത്തി അമേരിക്കൻ ആസ്ഥാനമായ ഓപ്പൺ ഡോഴ്സിന്റെ പുതിയ റിപ്പോർട്ട്. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ 4478 ക്രൈസ്തവരാണ് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടതെന്ന് സംഘടന വെളിപ്പെടുത്തി. ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ 7000 ആക്രമണങ്ങളും ക്രൈസ്തവരുടെ ഉടമസ്ഥതയിലുള്ള വീടുകൾക്കും കടകൾക്കും നേരെ 28000 ആക്രമണങ്ങൾ നടന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെ തൊട്ടു പിന്നാലെ ക്രൈസ്തവർക്ക് നേരെ ഏറ്റവും അധികം പീഡനം അരങ്ങേറുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 11ാം സ്ഥാനത്താണ് ഇന്ത്യ. ബാലവേല ഉന്മൂലനം ചെയ്യാനുള്ള ആഗോള പ്രതിജ്ഞാബദ്ധതയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. കൊച്ചുകുട്ടികൾക്ക് നേരെയുള്ള അനീതികൾ ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരായ കടുത്ത ലംഘനമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ അവയവങ്ങൾ കടത്തുന്നതിനും ശൈശവ വിവാഹത്തിനും ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്ന് അറിഞ്ഞിരിക്കണമെന്ന് പൊതുസദസ്സിൽ പങ്കെടുത്ത തീർത്ഥാടക സംഘങ്ങളോട് പരിശുദ്ധ പിതാവ് പറഞ്ഞു. വടക്കൻ നൈജീരിയയിൽ പുതുതായി രൂപം കൊണ്ട ലക്കുറവ എന്ന ഇസ്ലാമിക ഭീകര സംഘടന നടത്തിയ ആക്രമണങ്ങളിൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. ഏറ്റവും പുതിയ ആക്രമണത്തിൽ കെബി സംസ്ഥാനത്തിലെ അരേവ കൗണ്ടിയിലെ ഗുംകി ഗ്രാമത്തിലെ ഒരു നിർമ്മാണ സ്ഥലത്ത് ലക്കുറവ ഭീകരർ അതിക്രമിച്ചു കയറുകയും ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 3 ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സുദീർഘമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം മെഡ്ജുഗോറിയയിലെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആത്മീയ നന്മകൾ വത്തിക്കാൻ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ തീർത്ഥാടനത്തിന് വിശ്വാസികളെ സ്വാഗതം ചെയ്ത് തീർത്ഥാടന കേന്ദ്രത്തിലെ അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് അൽഡോ കവല്ലി 1981 മെഡ്ജുഗോറിയയിൽ 6 കുട്ടികൾക്കാണ് പരിശുദ്ധ കന്യകാമാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് പലപ്പോഴും മാതാവ് പ്രത്യക്ഷപ്പെട്ടതായും സന്ദേശങ്ങൾ നൽകിയതുമായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഓരോ വർഷം 10 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് മെഡ്ജുഗോറി സന്ദർശിക്കുവാൻ എത്തുന്നത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.